ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത്. ബിജെപിയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമെന്നും മോദിയുടെ ഗ്യാരണ്ടി ഇത്തവണ കേരളത്തിൽ പ്രതിഫലിക്കുമെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു. കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലേക്കും ബിജെപിയുടെ വികസിത് ഭാരത് യാത്ര നടത്തുമെന്നും പ്രമോദ് സാവന്ത് കൂട്ടിച്ചേർത്തു. I'm very much confident that this time the Modiji's guarantee will work in the Kerala, because all people knows the Modiji's guarantee. Whatever the Modiji promises, he fulfills. The Vikasit Bharat, which Yatra had gone through all the panchayat of the Kerala also, all the panchayat of the Idukki district also, and now the people are very much attracting towards the NDA government, towards the Modi government. So in future, our double engine Sarkar will also come in the Kerala states. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വിലയിരുത്തി. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം. വിവരങ്ങൾ. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇടുക്കിയിലെത്തിയത്. ഇടുക്കി തൊടുപുഴയിൽ PWD റിസോർട്ടിൽ വെച്ചാണ് BJP നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതും കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതും. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത്, ഇതുവരെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെയെന്നതെല്ലാം തന്നെ അദ്ദേഹം നേതാക്കളുമായി ചർച്ച ചെയ്ത് വിലയിരുത്തി. മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ എന്നുള്ളതിന്റെ ഒരു വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്ന സാഹചര്യമുണ്ടായി. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ മറ്റു മേഖലയിലെല്ലാം തന്നെ ഏതൊക്കെ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തണം, ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നതാണ് പ്രധാനമായും അവർ ചർച്ച ചെയ്തത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ BJPയുടെ പ്രവർത്തനങ്ങൾ അത് തൃപ്തികരമാണ്. ഒരുക്കങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടായേക്കും. അതിനുവേണ്ട ഒരുക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന കാര്യത്തിലെല്ലാം തന്നെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കന്മാർ വ്യക്തമാക്കിയത്. ഇനി അത് സംബന്ധിച്ചൊരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തേണ്ടതായിട്ടുമുണ്ട്. പ്രധാനമായും BDJSന് ഉള്ള അല്ലെങ്കിൽ BDJS നിൽക്കാനുള്ള സീറ്റിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അത് BJP ആ ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് ഏത് തരത്തിൽ അതിന്റെ അവസാനത്തിലേക്ക് എത്തും, അത് BJP ആകുമോ അതോ BDJS ആകുമോ സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു വ്യക്തത ഉണ്ടാകേണ്ടത്. എന്തായാലും കേരളത്തിൽ BJP 10ലധികം സീറ്റുകളിൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നാണ് പ്രമോദ് സാവന്ത് വ്യക്തമാക്കിയത്. കൂടാതെ മോദി ഗ്യാരണ്ടി ഇത്തവണ കേരളത്തിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ അത് കേരളത്തിൽ നടപ്പാക്കാതെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അറിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും BJPയുടെ നേതൃത്വത്തിൽ വികസിത് ഭാരത് യാത്ര നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇടുക്കിയിലെ പരിപാടിക്ക് ശേഷം ഇപ്പോൾ കോട്ടയത്തേക്കാണ് അടുത്ത പരിപാടി അദ്ദേഹത്തിന് നടത്തുന്നത്. ഇന്ന് 4 പരിപാടിയാണ് പ്രമോദ് സാവന്തിന് കേരളത്തിലുള്ളത്. അത് ഇടുക്കി ജില്ലയിലെ കഴിഞ്ഞതിന് ശേഷം കോട്ടയം ലോക്സഭ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗമാണ് ഇനിയുള്ളത്. അതിനുശേഷമാണ് ആലപ്പുഴയിൽ ഗുണഭോക്തൃ സംഗമമുള്ളത്. തുടർന്ന് വൈകുന്നേരം 6 മണിക്ക് പത്തനംതിട്ട ലോക്സഭ ഇന്റലക്ച്വൽ കമ്മിറ്റി മീറ്റിംഗ് അതിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അങ്ങനെ 4 പരിപാടിയിൽ അദ്ദേഹം നിലവിൽ പങ്കെടുക്കുന്നുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.